അന്നേരം ഫയർഫോഴ്സ് വന്ന് കയറ്റിക്കൊണ്ടിരിക്കുന്നു. അന്നേരം ഇച്ചിരി കഴിഞ്ഞപ്പോൾ അത് ഇടിഞ്ഞ് വീണു. പെണ്ണ് കണ്ടിക്ക് ചാടിയതാ. കൂടെ ഒരുത്തൻ നിന്ന് അവൻ ലൈറ്റ് അടിച്ച് അവനങ്ങ് താഴെ അവനും കണ്ടി പോയി. ഫയർഫോഴ്സുകാരൻ മരിച്ചെന്നാ പറയുന്നത്. ഇങ്ങനെയാണ് കണ്ണൻ നൽകുന്ന വിവരം അനുസരിച്ച് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വരുന്നത്. അപ്പോൾ ആദ്യമേ യുവതി ഇങ്ങനൊരു ശ്രമം നടത്തുന്നു, അതിന് പിന്നാലെയാണ് ഈ ശിവകുമാർ അവിടേക്ക് പോകുന്നതും. പക്ഷേ പ്രശ്നമുണ്ടായിരുന്നു, അവിടേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രശ്നമുണ്ടായിരുന്നു എന്ന് അവിടെയുള്ളവർക്കെല്ലാം ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ശിവകുമാർ എന്ന് പറയുന്ന ആൾ പോയതാണ് ബാക്കി പ്രശ്നത്തിന് കാരണം. അല്ലെങ്കിൽ പിന്നെ ഇത്ര പെട്ടെന്നായിട്ട് ഒരു സംഭവം ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഈ ദുരന്തത്തിലേക്ക് പോലും പോകുന്നതല്ലേ? തീർച്ചയായിട്ടും. കാര്യം ശിവകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പിഴവാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണം. കുറേയേറെ നാളുകളായി തൃശൂർ സ്വദേശിയായ ശിവകുമാർ അഗ്നിക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഇവർ തമ്മിൽ സ്ഥിരം നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്നലെ രാത്രിയിലെ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിന്റെ പേരിൽ അർച്ചന കിണറ്റിലേക്ക് ചാടുകയാണ്. 31 വയസ്സുള്ള സ്ത്രീയാണ്. 3 മക്കളുടെ അമ്മയാണ്. 3 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അവരുടെ 3 കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടുള്ള സ്ത്രീ കിണറ്റിലേക്ക് ചാടുന്നു. ശിവകുമാർ തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് സംഘം എത്തി അവരുടെ കൃത്യമായിട്ടുള്ള രീതിയിൽ ആ യുവതിയെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഈ ഇരുട്ട് സമയത്ത് ഈ ടോർച്ചിന്റെ ലൈറ്റ് തെളിയിക്കാൻ വേണ്ടി ആണ് ശിവകുമാർ അവിടേക്ക് പോയത്. അവിടേക്ക് പോകരുത് എന്ന് നാട്ടുകാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പറഞ്ഞതാണ്. ആ പറഞ്ഞ സമയത്ത് അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണം. അതിന്റെ ആൾമാർ തകർന്ന് ഈ ശിവകുമാർ അകത്തേക്ക് വീഴുന്നു. ആ സമയത്ത് ആ ആൾമറയുടെ വലിയ പാറക്കല്ലുകൾ ഉണ്ടായിരുന്നു. ആ പാറക്കല്ലുകൾ കുമാർ എന്ന് പറയുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ തലയിലേക്ക് പതിക്കുകയും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെയാണ് ആദ്യം പുറത്തെടുത്തത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. മറ്റു 2 പേരുടെയും ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചതാണോ കണ്ണൻ? വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചതാണ്. അതായത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരുടെ സുരക്ഷാ കവചമൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കിണറിനകത്തേക്ക് ഇറങ്ങി അർച്ചനയോട് സംസാരിച്ചു. അച്ഛനോട് സംസാരിച്ച സമയത്തും അവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏത് വിധേനയും അവരെ പുറത്തെടുത്ത് ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ശിവകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവ്, അയാൾ മദ്യലഹരിയിലായിരുന്നു. അതിന്റെ പേരിൽ അയാൾ ആ കിണറിന് അടുത്തേക്ക് പോവുകയും ടോർച്ചിന്റെ വെട്ടം കിണറിനുള്ളിലേക്ക് തെളിച്ചു കൊടുക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ആൾമറ തകർന്ന് ഇയാൾ അകത്തേക്ക് വീഴുന്നത്. ആ ആൾമറ തകർന്ന ആൾമറയുടെ ഉണ്ടായിരുന്ന ഒരു വലിയ പാറ ഈ കുമാർ എന്ന് പറയുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ തലയിലേക്ക് പതിക്കുകയും ദുരന്തം ഉണ്ടാവുകയുമായിരുന്നു. 12 മണിക്കാണ് ഈ സംഭവം ഫയർഫോഴ്സ് അറിയുന്നത്. 2:30 എല്ലാവരെയും പുറത്തേക്ക് എടുക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചത്. ആ സമയത്തേക്ക് 3 പേരുടെയും മരണം സംഭവിച്ചിരുന്നു.